ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ ടെറസിൽ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. കാരണം നല്ല വെയിലത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. കാരണം ഇപ്പോഴത്തെ ചൂട് കാരണം ഒരുപാട് വെയിൽ വേണ്ട, എന്നാൽ വെയിൽ വേണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയ്ഡിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അഴുക്കത് ഈ മാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് അഴുക്കായിട്ട് കിടക്കുകയാണ്. ഈ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ടെറസ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി ഞാൻ. അപ്പം ഞാനിതെല്ലാം ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് കട്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കെട്ടിക്കയറ്റുകയാണ് ചെയ്തത്. കാരണം പറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോൻകുട്ടനും ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തൂത്തെടുത്തപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ മോൻകുട്ടൻ എനിക്ക് ഓരോന്ന് താഴേന്ന് പോയി എടുത്തുകൊണ്ട് തരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ടെറസിൽ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കട്ടയുടെ മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ടെറസിൽ എപ്പോഴും നല്ല ചൂടും കാര്യങ്ങളായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഡയറക്റ്റ് സൺലൈറ്റ് കൂടെ ആകുമ്പോഴത്തേക്കും താഴേന്ന് മുകളിൽ നിന്നും ആ ചെടിക്ക് ചൂടടിക്കും. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഷ്ടികയിൽ വെക്കുന്നത്. ഇഷ്ടികയിൽ വെക്കുമ്പോഴത്തേക്കും ഗ്രോ ബാഗിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം, ആ നനവ് അതിലുണ്ടാവുകയും ചെയ്യും. ഒരുപാട് അങ്ങ് ചൂട് അതിന് താഴേന്ന് അടിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ ഇഷ്ടിക വെക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പം ഇഷ്ടിക തന്നെ വെക്കണം, സിമൻറ്റ് കട്ട വെക്കരുത്. കാരണം സിമൻറ്റ് കട്ടയാണെങ്കിൽ കുറച്ചുകൂടി ചൂട് അടിക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ആ സൈഡിലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വിടുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ അതൊക്കെയാണ്. കാരണം നമുക്ക് മെൻ്റലി കുറച്ചൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ല ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് സ്ട്രെസ്ഡ് ആണ്, എനിക്ക് സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഞാൻ എൻഗേജ്ഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.